ഫാർ ക്രൈ 3യിലുള്ള ഈ ഒരു മാജിക് മഷ്റൂം ഇവൻ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് കരുതിയിട്ട് ഒരുപാട് തവണ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ വാസ് എന്ന് പറയുന്ന ആ വില്ലൻ പുള്ളിക്കാരൻ്റെ ഔട്ട് പോസ്റ്റുകൾ ഒരുപാടുണ്ട്. റേഡിയോ ടവർ ഓപ്പൺ ചെയ്യാത്തതുകൊണ്ട് മാപ്പും വിസിബിളല്ല. അതുകൊണ്ട് ഈ ഒരു മിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി. ഓരോ തവണ വരുമ്പോഴും ഒന്നുകിൽ വാസിൻ്റെ കൂട്ടാളികൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ആനിമൽസ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിധേന ഞാൻ മരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇതൊരു 4-ാമത്തെ 5-ാമത്തെ ശ്രമം. ഇപ്പോൾ ഞാനിവിടെ എത്തിയപ്പോഴത്തേക്ക് വീണ്ടും പുള്ളിക്കാരന്മാർ വളരെയായിട്ട് വന്നിരിക്കുകയാണ്. ഇവന്മാർ വളരെ ശല്യമാണ് ഇവന്മാരെ കൊണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ ഇവിടെയുള്ള ഒരു ഔട്ട് പോസ്റ്റ് കൈയടക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ എവിടെ പോയാലും ഇവന്മാർ തേനീച്ച കൂട്ടം പോലെ പിറകിൽ വന്നുകൊണ്ടേയിരിക്കും. ഒരു രക്ഷയുണ്ടാവില്ല. അതെ, എപ്പോൾ പോകുന്നുണ്ട്. നമുക്ക് ഒളിച്ചിരിക്കുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അവന്മാരങ്ങോട്ടേക്ക് പോട്ടെ. നമുക്കിവിടെ കുറച്ച് വർക്കുണ്ട്. മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐലൻഡൊന്നും റേഡിയോ ടവർ ഓപ്പൺ ആക്കിയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് വൈൽഡ് ആനിമൽസ് വളരെയധികം കൂടുതലാണ്. പോകുന്ന പോക്കത്ത് നമ്മൾ വടിയാവാറാണ് സാധാരണ പതിവ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ ഒരു ഏരിയയിൽ ഏതൊക്കെ ആനിമൽസാണ് ഉള്ളതെന്ന് പോലും ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 5-6-ാമത്തെ പ്രാവശ്യം ആണ് ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ മാന്, എനിക്കൊരു 2 മാനിൻ്റെ ആവശ്യമുണ്ട്. ഒരു ചെറിയൊരു വെപ്പൺ ഹോസ്ലർ, അതായത് ഒരു എക്സ്ട്രാ ഗണ്ണ് കൂടി എടുക്കാനുള്ള ഒരു ഹോസ്ലർ തയ്യാറാക്കണ്ടെങ്കിൽ 2 മാനിൻ്റെ തോല് വേണം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, മാനിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല. കുറച്ച് അടുത്തെത്തുമ്പോൾ തന്നെ പുള്ളിക്കാരന്മാർ ഓടി രക്ഷപ്പെട്ടായി. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് പിന്നെ ഈ ടൈപ്പ് ഗെയിം കളിച്ച് വലിയ ശീലമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്കറിയത്തില്ല. നമുക്ക് ഈ ഗെയിമൊന്ന് സേവ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ഈ ഒരു ഐ എന്നുള്ളൊരു ചിഹ്നം, മാപ്പിൽ കാണുന്ന ഈ ഒരു ഐ എന്ന് പറയുന്ന ചിഹ്നമില്ല, അവിടെയാണ് ഈ ഒരു മിഷൻ്റെ ഏരിയ. പക്ഷേ അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത സ്ഥലത്ത് നിന്നും വളരെ ദൂരെയാണ്. അപ്പോൾ അവിടെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭയങ്കര പ്രയാസമാണ്. ഈ വഴിയും മനസ്സിലാവുന്നില്ല. എങ്ങനെയല്ലോ വന്നിട്ട് ഇതിന് കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാസിൻ്റെ കൂട്ടാളികളാണെങ്കിൽ ഇതിന് സമ്മതിക്കത്തുമില്ല. നമ്മൾ അവരുടെ ഏരിയയിലേക്ക് ചെറുങ്ങനൊന്ന് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പേര്, ഒന്നിലധികം പേര്. എൻ്റെ കയ്യിലുള്ള വെപ്പണിൻ്റെ ബുള്ളറ്റ് തീരുന്ന അത്ര കൊന്നു കഴിഞ്ഞാലും അവന്മാർ വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. മേലെ പോകാനുള്ള എളുപ്പ വഴിയിലൊന്നും നേരെ കയറാൻ പറ്റുന്നില്ല. നേരെ വഴിയിൽ പോയി നോക്കാം. ഈ ഒരു മിഷൻ ഞാൻ ഇതിനു മുമ്പേ ഒരിക്കൽ ഫാർ ക്രൈ 3 കളിച്ചപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് എന്താ പറയുക, നല്ലൊരു മിഷനാണ് ഈ ഒരു മിഷൻ. ഇത് വലിയ റിസ്കി ആയിട്ടുള്ളൊരു മിഷനല്ല. ഒരു മഷ്റൂം കളക്ട് ചെയ്യുക, ഒരു കുമിളി കളക്ട് ചെയ്യലാണ് നമ്മളെ ജോലി. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ ഇവിടെ ഒരു ഡോക്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡോക്ടർക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിന് ആണ് നമ്മളിവിടുന്ന് ഇപ്പോൾ കളക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ആ മെഡിസിൻ തയ്യാറാക്കുന്ന മഷ്റൂം, അതാണ് ഒരു കുമിളി, അതാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് എടുത്തുകൊണ്ട് കൊടുക്കേണ്ടത്. ഈ കുന്നിൻ്റെ മണ്ടയിലാണ് നമ്മളെ ഈ ഒരു ഡോക്ടറെ വീട്. ഇതുപോലുള്ള ഒരുപാട് ഇലകളുണ്ട് നമുക്ക് ഓരോ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഇലകളാണ് എന്തൊക്കെയാണ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് കണ്ടാലും അരിഞ്ഞ് ഉപയോഗിക്കലിടും. എന്നിട്ട് ക്രാഫ്റ്റിൽ പോയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഉപയോഗിക്കും, അല്ലെങ്കിൽ സെല്ല് ചെയ്യും. ഞാനിതുവരെ എൻ്റെ ചാനലിൽ ഫാർ ക്രൈൻ്റെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇതൊരു ഫസ്റ്റ് ടൈമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. തുടക്കം തൊട്ടേയുള്ള മിഷൻസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. ഇത് കളി തുടങ്ങിയിട്ടാകെ അത്രേ ആയിട്ടേ ഉള്ളൂ. കൂടുതൽ മിഷൻസൊന്നും ചെയ്തിട്ടില്ല. ഇത് മെയിൻ സ്റ്റോറി ലൈനിൽ തന്നെയുള്ളൊരു മിഷനാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ഡെയ്സി എന്ന് പറയുന്നൊരു പെങ്കൊച്ചിനത് ഈ ഡോക്ടർക്ക് എവിടെ നിന്നോ കണ്ടു കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്, അബോധാവസ്ഥയിൽ. അപ്പോൾ പുള്ളിക്കാരിനെ ഈ വീട്ടിൽ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ പ്രായമായിട്ടുള്ള ഡോക്ടർ. അങ്ങനെ അതറിഞ്ഞിട്ട് വന്നതാണ് നമ്മൾ. നമുക്ക് അവളെ ഒന്ന് ചെക്ക് ചെയ്യാം, ഇതിനകത്തുണ്ടാവും.
I assumed you to be speaking in code. Where is she? Well, she's in my house. Here. Yes, of course. When I found her, she had cut her arm, which in itself was no cause for alarm. But she cut through a field of anti-aircraft carrier. Highly poisonous latex. I have been administering an antidote each hour. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ കയ്യിലുള്ള മരുന്നൊക്കെ തീർന്ന് ഇനിയിപ്പോൾ പുതുതായിട്ട് ഇവർക്ക് ആവശ്യമുള്ള മരുന്ന് തയ്യാറാക്കാൻ ഒരു മഷ്റൂം വേണമെന്നാണ് പറയുന്നത്. പക്ഷേ ബോട്ടിൽ കാലിയാണ്. നമ്മളുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മഷ്റൂം കണ്ടെടുത്ത് കൊടുക്കണം എന്നുള്ളതാണ്. ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഡോസ് കൊടുക്കുന്നുണ്ട് എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ മഷ്റൂം എടുക്കാൻ പോവാം. ഞാൻ ഈ മിഷൻ ഇതിന് മുന്നേ ഒരു തവണ ചെയ്തിട്ടുണ്ട്. വലിയ ടാസ്ക് ആയിട്ടുള്ള മിഷൻ ഒന്നുമല്ല, കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഹാർഡായിട്ടുള്ള മിഷൻസ് വരുന്നുണ്ട്. പക്ഷേ ഇത് സാമാന്യം എളുപ്പമുള്ളൊരു മിഷനാണ്. നമുക്ക് കഴിവതും പെട്ടെന്ന് മഷ്റൂം എടുത്തിട്ട് വരാം. വാതിലെവിടെയായിരുന്നു? വാതിൽ കാണാനില്ലല്ലോ. ഇവിടെ അടുത്ത് എവിടെ ഒരു എയറോപ്ലെയിൻ ഉണ്ട്. ഇതാ ഈ എയറോപ്ലെയിനിൽ പറക്കുക. ഈ എയറോപ്ലെയിനിൽ പറന്നു പോവാം. നല്ല രസമാണ് പറക്കാൻ. താഴെയിലൂടെ പോയി കഴിഞ്ഞാൽ വില്ലന്മാരുടെ ടീം എപ്പോഴും താഴെ ഉണ്ടാവും. പിന്നെ അമ്മമാരോട് സങ്കടനായി നമ്മൾ മരിക്കും. മിഷൻ സോൺ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ മിഷൻ ഫെയിലാവുന്നതെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ എന്നാ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ ഫ്ലൈറ്റിൽ നിന്ന് കൈവിട്ട് താഴെ വീണിട്ടുണ്ട്. അടുത്ത തവണ പോകുമ്പോൾ നമുക്ക് കാൽനടയായിട്ട് പോവാം. ഓക്കെ, നമുക്ക് കാൽനടയായിട്ട് പോവാം ഇപ്രാവശ്യം. കാരണം 42 മീറ്ററേ ഉള്ളൂ. ഈ ഒരു മിഷൻ കുറച്ച് ഹൈഡായിട്ടുള്ളൊരു പ്ലേസിലാണ്. അതായത് ഈ വെള്ളത്തിനടിയിലൊരു ഗുഹയുണ്ട്. അതിനുള്ളിലാണ് ഈ ഒരു മിഷൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് ടൈം നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ. ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ല. എനിക്ക് ഈ മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കടൽക്കര വരെ വന്നിട്ട് മിഷൻ്റെ സ്ഥലം കാണുന്നില്ല. അപ്പോൾ ഒരു വിധത്തിലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ യൂട്യൂബിൽ തന്നെ വേറെ ചാനലിൽ കയറി ഈ ഗെയിം പ്ലേ നോക്കിയതാണ്.
പാർക്കറെ 3ൻ്റെ ഈ ഒരു മിഷൻ്റെ ഗെയിം പ്ലേ ചെക്ക് ചെയ്ത് അപ്പോഴാണ് മനസ്സിലാവുന്നത് വെള്ളത്തിൻ്റെ അടിയിൽ ഇത് ഇങ്ങനൊരു ഗുഹയുണ്ട്, ഈ ഗുഹേൻ്റെ ഉള്ളിലാണ് ഈ മിഷൻ നടക്കുന്നത്, ഇവിടുന്നാണ് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ പിന്നെയാണ് മനസ്സിലായത്. എന്താ അത് പുകയൊക്കെ ഉണ്ട്, ഒരുപാട് വള്ളികൾ, സ്ഥലമൊക്കെ കാണാൻ നൈസാണ്. താഴെയൊക്കെ എടുത്ത് ചാടാം. ഇവിടെ എവിടെയോ ആണ് ആ മഷ്റൂം കിടക്കുന്നത്, എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇതിൽ നിന്ന് ഈ മിഷൻ ചെയ്തിട്ട് ഒരുപാട് നാളായി. കയറി പോവാം. വന്ന സ്ഥലത്തൂടെ തന്നെയാണോ നമ്മൾ പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു സ്ഥലത്തിനോ അല്ലെങ്കിൽ നമ്മൾ പൊടി പോലെ എന്തോ വന്നില്ലേ, അതിനൊക്കെ എന്തോ ഒരു പവറുണ്ട്, ഒരു ഇല്യൂഷൻ പോലത്തെ ഒരു പവറുണ്ട്. നമ്മളിപ്പോൾ എന്തൊക്കെ ഇല്യൂഷനൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് വീടൊക്കെ പിറകിലേക്ക് പോകുന്നത്. ഇവിടെ അടുത്തെവിടെയോ നമ്മളെ മഷ്റൂമുള്ള ഇതാ ഡോക്ടർ മുറി പോലത്തെ, ഇതാണ് ആ മാജിക് മഷ്റൂം. ഇവിടെ നടക്കുന്ന കാര്യങ്ങളും കൂടുതൽ മാജിക്കാണ്, മാജിക്കൽ തിങ്സാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു മഷ്റൂം എടുത്തിട്ട് ഡോക്ടർക്ക് കൊണ്ട കൊടുക്കാം. അതാണ് നമ്മുടെ വീട് ലക്ഷ്യം. ദിവസങ്ങളിൽ ഞാൻ വാസിൻ്റെ ക്യാമ്പ് ഫൈറ്റ് ചെയ്തിട്ട് കൈയടക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. നല്ലതാണ് ആ ഒരു ഫൈറ്റൊക്കെ, നല്ല രസമുള്ള ഫൈറ്റാണ്. കാരണം ഇപ്പോൾ ലെവൽ കൂടുന്നതിനണക്കായിട്ട് കൂടുതൽ നല്ല നല്ല ഹാർഡായിട്ടുള്ള എനിമീസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓടുന്നതും വെട്ടുന്നതും പോരാത്തതിന് സ്നൈപ്പർ കയ്യിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ ഇവന്മാരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് ഔട്ട് പോസ്റ്റ് കൈയടക്കുന്ന വീഡിയോസിൽ അത് ഞാൻ ഇതിൻ്റെ പുറകെ അപ്ലോഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ വിഷം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ മഷ്റൂം കിട്ടി. ഇനി ഇത് ഡോക്ടറെ കയ്യിലേക്ക് കൊടുത്താൽ മാത്രം മതി. പുള്ളിക്കാരൻ മെഡിസിൻ തയ്യാറാക്കിയിട്ട് ഡെയ്സിക്ക് കൊടുത്തോളൂ. ഡെയ്സി എന്നാണ് ആ ക്യാരക്ടറുടെ പേര്.
surprise. I whipped up a couple of high notes. അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു മഷ്റൂം ഡോക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പുള്ളിക്കാരന് കുറച്ച് ടൈം വേണം, ഇത് മെഡിസിൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ കുറച്ച് ടൈം വേണമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. നമുക്ക് ആ സമയത്തിനുള്ളിൽ ഡെയ്സിനെ ഒന്ന് കണ്ടിട്ട് വരാം. വരുന്ന ദിവസങ്ങളിൽ ഞാൻ കൂടുതൽ മിഷൻസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ജസ്റ്റ് കാണാതെ മഷ്റൂം കൊടുത്തിട്ടുണ്ട്. A couple of minutes to prepare the medicine. Go check on her. ഈ ഒരു മിഷൻ്റെ മെയിൻ ഉദ്ദേശം ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്നത് ഈ ഒരു ഡോക്ടറെ ഈ വീട്ടിലേക്ക് നമ്മുടെ മറ്റ് ഫ്രണ്ട്സിനെയും കൂടി, വാസിൻ്റെ ക്യാമ്പിൽ പെട്ടുപോയ മറ്റ് ഫ്രണ്ട്സിനെയും കൂടി കൊണ്ടുവന്ന് താമസിപ്പിച്ചോട്ടെ എന്ന് ഡോക്ടറോട് പെർമിഷൻ ചോദിക്കുന്നിടത്താണ് ഈ ഒരു മിഷൻ തീരുന്നത്. ഇതിന് ശേഷമുള്ള മിഷൻ എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇത് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഈ ഗെയിം കുറച്ച് മാത്രമേ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ വരും ദിവസങ്ങളിൽ നോക്കിയിട്ട് അതുകൂടി അപ്ലോഡ് ചെയ്യാം. Grant, Daisy. No. I'm so sorry. So that's it? Are you gonna be okay? I've got to talk to the doctor about the others. You sure? Jason? Whoever did this, whoever killed Graham, deserves to die. My ones. I want to thank you for saving me. Think nothing of it. 3 of my friends and my little brother are missing. When I find them, can I bring them here? Absolutely not. I cannot afford to have Vass's captives here. These men buy product from me todo el tiempo. Then this is the safest place. He won't think to look for them here. Please, Doctor. Let him bring the rest here. They'll die otherwise. Agnes. How can I refuse you? Because they can stay. Oh, I'm going to need a double dosage to calm my nerves.